ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിനാൽ ഹൈബ്രിഡ് മാതൃകയിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം അതുകൊണ്ട് ദുബായിലാണ് നടക്കുക. നിരവധി തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ UAE നടത്തുന്നതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പച്ചക്കൊടി വീശിയത്. ഇപ്പോൾ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള നാഷണൽ സ്റ്റേഡിയം, ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയം, റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കേണ്ടത്. ടൂർണമെന്റ് തുടങ്ങാൻ 40 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും ഈ മൈതാനങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല. 3 വേദിയും മത്സര സജ്ജമാകുന്നതിന് ഏറെ അകലെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്റ്റേഡിയത്തിലെ പണികൾ ആരംഭിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഡിസംബർ 31-ന് 3 വേദികളും മത്സര യോഗ്യമാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അതിലവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും മത്സര സജ്ജമാക്കി ഫെബ്രുവരി 12-ന് മുൻപ് 3 വേദികളും PCB ICCക്ക് കൈമാറേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. സ്റ്റേഡിയങ്ങൾ പറഞ്ഞ തീയതിക്കുള്ളിൽ സജ്ജമായില്ലെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ ICC തീരുമാനിച്ചേക്കും എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ UAE ആയിരിക്കും ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുക. വളരെ നിരാശാജനകമാണ് പാകിസ്ഥാനിലെ ചിത്രങ്ങളെന്നും 3 സ്റ്റേഡിയവും തയ്യാറാക്കുന്നതിൽ നിന്ന് ഏറെ അകലെയാണെന്നും നവീകരണമല്ല മറിച്ച് നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് എന്നുമാണ് വിവരം. സീറ്റുകൾ, ഫ്ലഡ് ലൈറ്റുകൾ, ഔട്ട്ഫീൽഡ്, പ്ലേയിങ് ഏരിയ എന്നിവിടങ്ങളിലെല്ലാം ഇനിയും ഒട്ടേറെ പണികൾ നടത്താനുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കാലാവസ്ഥയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ട്. എന്നാൽ ICC നൽകിയ സമയത്തിനുള്ളിൽ സ്റ്റേഡിയം മത്സര സജ്ജമാക്കാം എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. വേദികളുടെ അവസ്ഥ വിലയിരുത്താൻ ICC ഒരു സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നും ഫെബ്രുവരി 12-നുള്ളിൽ ICCക്ക് വേദികൾ കൈമാറിയില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാന് പുറത്തേക്ക് മാറ്റിയേക്കും എന്നുമാണ് റിപ്പോർട്ട്. 2017-ന് ശേഷം നടക്കുന്ന ആദ്യ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇത്തവണത്തേത്. അടുത്ത മാസമാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അവസാനം കളിച്ച ICC ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഇന്ത്യ തുടർച്ചയായ 2ാം ICC കിരീടം ലക്ഷ്യമിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ മാസം 11-നോ 12-നോ BCCI പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രൊവിഷണൽ സ്ക്വാഡുകളെ പ്രഖ്യാപിക്കാൻ ICC ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി ഈ മാസം 12-ആണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ സ്ഥാനം തെറിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നാൽ മുൻ മത്സരങ്ങളിലെ തോൽവിയെക്കുറിച്ചുള്ള അവലോകന യോഗം നടത്തുമെന്നും ഗംഭീർ കോച്ചായി തുടരുമെന്നും ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇനിയുള്ള പ്രധാന ശ്രദ്ധയെന്നുമാണ് BCCI വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്.